നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഡയറക്ടേഴ്സിനെ എയറിലാക്കിയ ചില സിനിമകളെ പറ്റിയാണ്. ഈ ഒരു ലിസ്റ്റിൽ ഹിറ്റ് സിനിമകളും പെടുന്നുണ്ട്. ലിസ്റ്റിൽ ആദ്യത്തേത് ഡയറക്ടറായിട്ടുള്ള ശിവയാണ്. ഇന്ന് നമ്മൾ സൂര്യണ്ണന്റെ കങ്കുവ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇദ്ദേഹത്തിന്റെ 20ാമത്തെ സിനിമയാണ് കങ്കുവ. തമിഴിലെ തന്നെ വളരെ മികച്ച ഡയറക്ടേഴ്സിൽ ഒരാളാണ് ഇദ്ദേഹം. എങ്കിലും ചില പേരുകേട്ട അതും ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന പേരുകേട്ട സിനിമകളാണ്. 2008 ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ പുറത്തിറങ്ങിയത്. സിനിമയുടെ പേര് സൗര്യം എന്നായിരുന്നു. ഈ ഒരു സിനിമ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. ശേഷം 2009 ഇദ്ദേഹത്തിന്റെ 2ാമത്തെ സിനിമയായിരുന്നു സംഘം. ഇതും ഒരു തെലുങ്ക് സിനിമയാണ്. ഇതൊരു ആക്ഷൻ സിനിമയായിരുന്നു. പക്ഷേ ഈ സിനിമ ബോക്സ് ഓഫീസിൽ പിന്നീട് 2011 ശിവ ഡയറക്ട് ചെയ്ത ആദ്യത്തെ തമിഴ് സിനിമയായിരുന്നു സിരുതൈ. രാജമൗലി ഡയറക്ട് ചെയ്ത വിക്രമഗഡു സിനിമയുടെ റീമേക്ക് ആയിരുന്നു സിനിമ. സിനിമാ വർഷം സൂപ്പർ ഹിറ്റായി മാറി. 11 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 30 കോടിക്ക് മേലെ കളക്ഷൻ നേടി. പിന്നീട് 2012 ധാരാവു സൗണ്ട് ഓഫ് മാസ് എന്ന വീണ്ടും ഒരു തെലുങ്ക് സിനിമ ഡയറക്ട് ചെയ്തു. ഇതൊരു ഹിറ്റ് സിനിമയായിരുന്നു. പിന്നീട് 2014 തമിഴിൽ വീരം സിനിമ പുറത്തിറങ്ങി. 45 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 85 കോടിക്കടുത്ത് കളക്ഷൻ നേടി. സൂപ്പർ ഹിറ്റായി മാറി. പിന്നീട് 2015 തമിഴിൽ വേതാള സിനിമ ഡയറക്ട് ചെയ്തു. 50 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 120 കോടിക്ക് മേലെ കളക്ഷൻ നേടി. ആ വർഷം സൂപ്പർ ഹിറ്റായി മാറി. പിന്നീട് 2017 വിവേക സിനിമ പുറത്തിറങ്ങി. 100 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 130 കോടിയാണ് കളക്ഷൻ നേടിയത്. സിനിമ ഒരു ഫ്ലോപ്പ് ആയിരുന്നു. 2019 വിശ്വാസം എന്ന സിനിമ ഇറങ്ങി. ഇതിലെല്ലാം തന്നെ അജിത്ത് തന്നെയാണ് നായകൻ. 100 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 200 കോടിക്ക് മേലെ കളക്ഷൻ നേടി. വലിയൊരു വിജയമായി മാറി. പിന്നീട് 2021 ആദ്യമായി രജനീകാന്തിനെ വെച്ച് ഡയറക്ട് ചെയ്ത സിനിമയായിരുന്നു അണ്ണാത്തെ സിനിമ. സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമയുടെ ബഡ്ജറ്റ് 150 കോടിയായിരുന്നു. സിനിമയുടെ കളക്ഷൻ 230 കോടിക്കടുത്താണ്. ഇനി വരാനിരിക്കുന്ന സിനിമയാണ് കങ്കുവ. കങ്കുവ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ ഉറപ്പായും കമന്റ് ചെയ്യുക. അടുത്ത ഡയറക്ടറായിട്ടുള്ള നെൽസൺ. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ് 2018 പുറത്തിറങ്ങിയ കൊലമാവ് പോകില്ല. സിനിമയുടെ ബഡ്ജറ്റ് 8 കോടി രൂപയായിരുന്നു. സിനിമയുടെ ടോട്ടൽ കളക്ഷൻ 43 കോടി രൂപയാണ്. സിനിമാ വർഷം സൂപ്പർ ഹിറ്റായിരുന്നു. പിന്നീട് 2021 ഡോക്ടർ എന്ന സിനിമ എടുത്തു. സിനിമയുടെ ബഡ്ജറ്റ് 40 കോടി രൂപയായിരുന്നു. സിനിമ 110 കോടി കളക്ഷൻ നേടി. സൂപ്പർ ഹിറ്റായി മാറി. പിന്നീട് പിറ്റേ വർഷം 2022 വിജയണ്ണനും നെൽസനും ആദ്യമായി ഒന്നിച്ച സിനിമയായിരുന്നു ബീസ്റ്റ്. KGF 2 സിനിമയോടായിരുന്നു ഈ ഒരു സിനിമ ക്ലാഷ് വെച്ചത്. സിനിമയുടെ ബഡ്ജറ്റ് 150 കോടിക്ക് മേലെയാണ്. സിനിമ ഫ്ലോപ്പായിരുന്നു. എങ്കിലും 220 കോടി കളക്ഷൻ നേടി. ഈ ഒരു ഡയറക്ടർ ആദ്യമായി എയറിൽ പോയത് ഈ ഒരു സിനിമയിലൂടെയായിരുന്നു. സിനിമയുടെ സ്ക്രിപ്റ്റ് വലിയൊരു പോരായ്മയായിരുന്നു. മാത്രവുമല്ല KGF 2 സിനിമയോട് ക്ലാഷ് വെച്ചത് അത് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിരുന്നു. ഈ ഒരു ടൈമിൽ തന്നെ സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന രജനീകാന്തിന്റെ ജയിലർ സിനിമയുടെ ഡയറക്ടറായി നെൽസണെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ബീസ്റ്റ് സിനിമ മോശമായതുകൊണ്ടും ഒരുപാട് ട്രോളുകൾ വരുന്നത് കൊണ്ടും ഇദ്ദേഹത്തെ മാറ്റാമെന്ന് വരെ സൺ പിക്ചേഴ്സ് ആലോചിച്ചിരുന്നു. കാരണം ജയിലർ സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. ഇദ്ദേഹത്തിന് പല സ്ഥലത്തു നിന്നും ഇൻസൾട്ടുകളും നേരിടേണ്ടി വന്നു. എല്ലാവരും തള്ളിപ്പറഞ്ഞെങ്കിലും രജനീകാന്ത് മാത്രമായിരുന്നു ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത ഒരേ ഒരു വ്യക്തി. രജനീകാന്തിനോട് പോലും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എന്തിനാണ് ഇദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കുന്നതെന്നും ഇത് വലിയൊരു റിസ്ക് ആണെന്ന രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. അന്ന് രജനീകാന്ത് പറഞ്ഞത് ഒരു മികച്ച സംവിധായകൻ ഒരിക്കലും പരാജയപ്പെടില്ല എന്നാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്റ്റോറി പരാജയപ്പെടാം, ക്യാരക്ടർ പരാജയപ്പെടാം, എങ്കിലും ഒരു മികച്ച ഡയറക്ടർ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. അങ്ങനെ രജനീകാന്ത് നൽകിയ മോട്ടീവാണ് ഇദ്ദേഹം ഈ ഒരു സിനിമ എടുക്കാൻ കാരണം. സിനിമയുടെ ബഡ്ജറ്റ് 200 കോടി രൂപയായിരുന്നു. സിനിമ 600 കോടി കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്ററായി മാറി. തമിഴ് സിനിമയിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ 2ാമത്തെ സിനിമയായി മാറി. ഒരു ഡയറക്ടറിന്റെ ഏറ്റവും മാസ് കംബാക്ക് ആയിരുന്നു. പിന്നീട് കഴിഞ്ഞ വർഷമാണ് ലിയോ സിനിമ ഇറങ്ങിയത്. നിലവിൽ ജയിലർ ഇപ്പോൾ തമിഴിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ 3ാമത്തെ സിനിമയാണ്. അടുത്തത് വിനീത് ശ്രീനിവാസനാണ്. 2010 വിനീത് ശ്രീനിവാസന്റെ ആദ്യത്തെ സിനിമ പുറത്തിറങ്ങിയത്. ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ദിലീപ് ആയിരുന്നു. സിനിമയുടെ ബഡ്ജറ്റ് 2 കോടി രൂപയാണ്. സിനിമ 10 കോടി കളക്ഷൻ നേടി. അങ്ങനെ സൂപ്പർ ഹിറ്റായി മാറി. പിന്നീട് 2012
തട്ടത്തിൽ മറയത്ത സിനിമ ഇറക്കി. ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ശ്രീനിവാസനും മുകേഷുമായിരുന്നു. ഇതിന്റെ ബഡ്ജറ്റ് 3 കോടി രൂപയും ടോട്ടൽ കളക്ഷൻ 20 കോടി രൂപയുമാണ്. ഇതാ വർഷം ബ്ലോക്ക് ബസ്റ്ററായി മാറി. പിന്നീട് പിറ്റേ വർഷം 2013 ധ്യാൻ ശ്രീനിവാസൻ നായകനായി തിര എന്ന സിനിമ ഇറങ്ങി. സിനിമയുടെ ബഡ്ജറ്റ് 2 കോടി രൂപയും സിനിമയുടെ കളക്ഷൻ 4 കോടി രൂപയുമാണ്. സിനിമ ഒരു ഫ്ലോപ്പായിരുന്നു. പക്ഷെ ഇതൊരു മികച്ച സിനിമയായിരുന്നു. മികച്ച ത്രില്ലിംഗ് സിനിമയായിരുന്നിട്ടും സിനിമ പ്രതീക്ഷിച്ചത്ര വിജയമായില്ല. ഈ ഒരു സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ബേസിൽ ജോസഫ് ആയിരുന്നു. പിന്നീട് 2016 നിവിൻ പോളിയെ വീണ്ടും നായകനാക്കി ജേക്കബിന്റെ സ്വർഗരാജ്യം സിനിമ ഇറക്കി. 6 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 40 കോടി കളക്ഷൻ നേടി. പിന്നീട് 2022 ഹൃദയം സിനിമ ഇറക്കി. സിനിമയുടെ ബഡ്ജറ്റ് 7 കോടി രൂപയായിരുന്നു. സിനിമയുടെ കളക്ഷൻ 52 കോടി രൂപയാണ്. പിന്നീട് ഈ വർഷങ്ങൾക്ക് ശേഷം സിനിമ ഇറക്കി. സിനിമയ്ക്ക് 20 കോടിക്കടുത്ത് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. സിനിമയുടെ കളക്ഷൻ 80 കോടിക്ക് മുകളിലാണ്. സിനിമ സൂപ്പർ ഹിറ്റായി മാറി. തിയേറ്ററിൽ സിനിമ ഹിറ്റായെങ്കിലും സിനിമ OTT ഇറങ്ങിയപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത്. സിനിമ നേരെ എയറിൽ പോയി. എങ്കിലും സിനിമ തിയേറ്റർ വിജയം നേടിയ സിനിമയാണ്. അടുത്ത ഡയറക്ടറാണ് അറ്റ്ലി. ഡയറക്ടറായിട്ടുള്ള ശങ്കറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു അറ്റ്ലി. ആദ്യത്തെ സിനിമ 2013 പുറത്തിറങ്ങി. രാജ റാണി എന്നായിരുന്നു പേര്. സിനിമയുടെ ബഡ്ജറ്റ് 24 കോടി രൂപയായിരുന്നു. സിനിമയുടെ കളക്ഷൻ 84 കോടി രൂപയാണ്. സിനിമ വർഷം സൂപ്പർ ഹിറ്റായി മാറി. രണ്ടാമത്തെ സിനിമയാണ് 2016 പുറത്തിറങ്ങിയ വിജയണ്ണന്റെ തെരി സിനിമ. സിനിമയുടെ ബഡ്ജറ്റ് 75 കോടിയായിരുന്നു. സിനിമ 154 കോടി കളക്ഷൻ നേടി. ആ വർഷം ബ്ലോക്ക് ബസ്റ്ററായി മാറി. മൂന്നാമത്തെ സിനിമയും വിജയണ്ണനെ നായകനാക്കി പിറ്റേ വർഷം പുറത്തിറങ്ങിയ മെർസൽ. 110 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 250 കോടി കളക്ഷൻ നേടി. ബ്ലോക്ക് ബസ്റ്ററായി മാറി. പിന്നീട് 2019 ബിഗിൽ എന്ന സിനിമ പുറത്തിറക്കി. 140 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 300 കോടിക്ക് മേലെ കളക്ഷൻ നേടി. ബ്ലോക്ക് ബസ്റ്ററായി മാറി. ലാസ്റ്റ് സിനിമയാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ജവാൻ. 370 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 1150 കോടി കളക്ഷൻ നേടി. ഇദ്ദേഹത്തിന്റെ ഒരു സിനിമ പോലും ഫ്ലോപ്പ് ആയിട്ടില്ല. ജവാൻ സിനിമ നോർത്ത് ഇന്ത്യയിൽ വലിയ രീതിയിൽ വിജയമായെങ്കിലും സൗത്ത് ഇന്ത്യയിൽ പല സിനിമാ സീനുകൾ കോപ്പി അടിച്ചതിനാൽ ചെറിയ രീതിയിൽ എയറിൽ പോയിരുന്നു. क्योंकि